ഷാഫി എന്നൊരു വികാരമുണ്ട്, വല്ലാത്തൊരു വികാരമാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ എന്താണ് നമ്മൾ കണ്ടു, കേരളത്തിലെ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ എന്താണ് ആളുകൾക്ക് ഭയങ്കര ആവേശത്തോടെ എന്താണ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ നടത്തിയ പ്രകടനം മികച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനൊരു എഡ്ജ് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാട് നിന്ന് എല്ലാ ജനങ്ങളും കരഞ്ഞിട്ടാണ് വന്ന് ഒരു MLA വരുന്നത് കരഞ്ഞിട്ട്. അതേ സ്ഥാനത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ട് ഇത്രയോളം ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു MLA കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഷാഫി 3 പ്രാവശ്യം MLA ആയപ്പോൾ അദ്ദേഹം നടത്തിയ പൊതുപ്രവർത്തനം ഉണ്ടല്ലോ, അത് കേരളീയ സമൂഹത്തിന് ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ശൈലജ ടീച്ചറെ പറ്റിയിട്ട് എന്താ പറയുക, എല്ലാവരുടെ ഇടയിലും ശൈലജ ടീച്ചർ എന്നുള്ള മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. വടകരയിലുള്ള ഒരു യുവനിര നിൽക്കുന്ന ഒരു യുവ സാന്നിധ്യത്തോട് നിൽക്കുന്ന ഷാഫി പറമ്പിൽ തന്നെയാണ് നമുക്ക് വടകരയ്ക്ക് ആവശ്യം എന്നുള്ളതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ ടീച്ചർ, നമ്മൾ കാര്യമായ ആളല്ലേ ടീച്ചർ. ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി വടകരയുടെ ഷാഫി തന്നെയാണ്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് പാർലമെൻറ്റിനകത്ത് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി പറ്റൂ. മുസ്ലിം വോട്ട് ഷാഫിക്ക് എന്തായാലും വടകര വന്നതോടുകൂടി അത് ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്നും നമുക്ക് വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ടീച്ചർക്ക് ഭൂരിപക്ഷം കിട്ടുന്നുണ്ട് തന്നെ. ശൈലജ ടീച്ചർ ഒരു കാലഘട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് ആകെ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ കേരളം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ അവരാ ചേർത്ത് നിർത്തിയത് ശൈലജ ടീച്ചറായിരുന്നു. ഷാഫിയെ ഗുണം ചെയ്തുകൊണ്ട് ജയിച്ചെടുത്ത് പാലക്കാട് ഗുണം ചെയ്തുകൊണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മുരളി നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിന് 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. ആ ട്രെൻഡ് ഏതായാലും ഇപ്പോൾ അവൻ്റെ പ്രവർത്തനവും അവൻ്റെ ശൈലിയും കൊണ്ടിട്ടാണ് പറയുന്നത്. ശൈലി എന്താണ്? അവൻ്റെ ശൈലി എന്ന് വെച്ചാൽ ആൾക്കാർ കയ്യിലെടുക്കുന്ന നല്ല ഒരു മിടുക്കരാന്ന് തോന്നുന്നു. ഷാഫി എന്തെല്ലാം കൊണ്ടുവന്ന് കട പാലക്കാട്ട് വിടുന്നുണ്ട് ഷാഫിനാ. അപ്പോൾ ഷാഫി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വടകരയ്ക്ക് ഷാഫി വേണം. ഷാഫി വേണമെന്ന് പറയാൻ വെച്ചാൽ ഒന്നാമത് യുവത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾ, കൂടാതെ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് ഞാനൊക്കെ. അക്രമ രാഷ്ട്രീയം ഇപ്പം ബോംബ് പൊട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്രമം കൊണ്ടുവരുന്നത്? ജനാധിപത്യ രീതിയിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള രീതിയുണ്ട്. അതിന് ഷാഫിയാണ് ഏറ്റവും നല്ല. കാരണം നമ്മളെ ശ്രദ്ധിച്ച കാണാം, പാലക്കാട് നിന്ന് എല്ലാ ജനങ്ങളും കരഞ്ഞിട്ടാണ് വന്ന് ഒരു MLA വരുന്നത് കരഞ്ഞിട്ട്. അതേ സ്ഥാനത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ട് ഇത്രയോളം ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു MLA കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മളിത് ഒരുപാട് MLA നിങ്ങളെ പോലത്തെ മീഡിയാസിനെല്ലാം കാണുന്നതാണ്. അതിലെല്ലാം നോക്കുമ്പോൾ ഇത്രയും സ്നേഹിച്ചിട്ട് ഇത്രയും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ജനങ്ങൾ യാത്രയാക്കുന്നു, പാലക്കാട് നിന്ന് യാത്രയാക്കുന്ന ഒരു MP ആയിട്ട് ഇവിടെ മത്സരിക്കും. അത് വടകരയ്ക്ക് വലിയൊരു കാര്യമാണ്. വടകരയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാനുണ്ട്. എന്ത് കാര്യം യുവാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ട്, നാടിനും വേണ്ടി ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഷാഫി, എനിക്ക് തോന്നുന്നു ഇവിടെ വേണ്ടത് ഷാഫിയാണ്. അതായത് രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയാണ് അതിന് സാധ്യമാകുള്ളൂ. അവിടെ വടകര സ്വാഭാവികമായിട്ടും ഷാഫി ജയിക്കണം. ഈ വർഗീയ ധ്രുവീകരണം കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ രണ്ട് കൂട്ടർക്കെതിരായിട്ടുള്ള ഒരു വികാരം ഏതായാലും വടകരയിൽ പ്രതിഫലിക്കും. അതിൻ്റെ കൂടെ ഷാഫി എന്നൊരു വികാരമുണ്ട്, വല്ലാത്തൊരു വികാരമാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ എന്താണ് നമ്മൾ കണ്ടു, കേരളത്തിലെ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ എന്താണ് ആളുകൾക്ക് ഭയങ്കര ആവേശത്തോടെ എന്താണ് സ്വീകരിക്കുന്ന രംഗവും ഇപ്പോഴും ഈ പറഞ്ഞ സമയത്ത് പോലും ഷാഫി പറമ്പിലെ പര്യടനം നടത്തിയാണ്. അവിടെയൊക്കെ ആൾക്കൂട്ടം പാർട്ടിക്ക് അപ്പുറത്തേക്കാണ്. ഇപ്പോൾ 1.5 ലക്ഷത്തിന് മേലെ ഇവിടെ ഷാഫി പറമ്പിൽ വിജയിച്ചിരിക്കും. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, വടകരയുടെ ആവശ്യമാണ്. നാടിൻ്റെയും ഈ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞങ്ങൾ വടകരക്കാർ ഇതിനെ കാണുന്നത്. ശൈലജ ടീച്ചർക്ക് സ്കോപ്പ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, അവരുടെ ആ മുൻകാല പ്രകടനങ്ങൾ മികച്ച രീതിയിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു നിഷ്പക്ഷനായ വ്യക്തിയാണ്, എനിക്കതിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ അവരുടെ ആ മുൻ പ്രവർത്തനം അവർക്ക് ഗുണം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് താങ്കളൊരു നിഷ്പക്ഷവാദിയാണ് എന്ന് പറയുമ്പോൾ എന്ത് പ്രവർത്തനങ്ങളാണ് താങ്കൾ ഉദ്ദേശിച്ചത്? കോവിഡ് ടൈമിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ നടത്തിയ പ്രകടനം മികച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനൊരു എഡ്ജ് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഷാഫി പറമ്പിൽ പൊതുവെ ഒരു വ്യക്തിത്വമുള്ള ഒരാളായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പാലക്കാട് ചെയ്ത ആ ഗുണങ്ങൾ കൊണ്ട് വിജയസാധ്യത ഷാഫി പറമ്പിലിനാണുള്ളത്. പാലക്കാടുള്ള ഒരാളെ ശരിക്കും വടകര ആഗ്രഹിക്കുന്നുണ്ടോ? അതെന്താ, പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ എവിടെ ആയാലും പ്രശ്നമില്ലല്ലോ. അതിന് കഴിവുണ്ട്, കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സംശയമില്ല, 100 ഫുൾ. ഷാഫി 3 പ്രാവശ്യം MLA ആയപ്പോൾ അദ്ദേഹം നടത്തിയ പൊതുപ്രവർത്തനം ഉണ്ടല്ലോ, അത് കേരളീയ സമൂഹത്തിന് ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അത് തന്നെയാണ് ഷാഫി വടകര വിജയിക്കുമെന്ന് ഉറപ്പ് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉറപ്പ് പറയുന്നത്? ഷാഫി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരളീയ സമൂഹത്തിൽ ഷാഫിക്കുള്ളൊരു അംഗീകാരം അത് വടകരയിലെ വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്.
അത് ഷാഫിക്ക് അനുകൂലമായ വോട്ടായി മാറാൻ എന്തുകൊണ്ടും സാധിക്കും. ഷാഫി ശരിക്കും വടകരയിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടി തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടോ? ശരിക്കും ഷാഫി തരംഗം ഉണ്ടാക്കിയല്ല, ഷാഫിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടായത്. വടകരയിൽ ഷാഫിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്. ഷാഫി പോകുന്നിടത്തെല്ലാം വലിയ ജനസഞ്ചയമാണുള്ളത്. അത് ക്ഷേത്രങ്ങളിലായാലും പള്ളിയിലായാലും മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ ഷാജിയെ വരവേൽക്കാൻ ആരുടെയും നിർദ്ദേശം മാനിക്കാതെ ഷാഫിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് വടകരയിൽ ഉടനീളം കണ്ടുവരുന്നത്. ശൈലജ ടീച്ചറല്ലാണ്ട് വേറെ ആര്? ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ ജനകീയ നേതാവാണ്. ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അറിയപ്പെടുന്ന ഒരാളാണ്. ശൈലജ ടീച്ചറെ പറ്റിയിട്ട് എന്താ പറയുക, എല്ലാവരുടെ ഇടയിലും ശൈലജ ടീച്ചർ എന്നുള്ള മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. കാരണം അത്ര നല്ല പ്രവൃത്തി ചെയ്തതും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അയാൾ. അതുകൊണ്ട് എന്തായാലും ശൈലജ ടീച്ചർ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സംശയവും നല്ല ലെവലിൽ ജയിക്കും. തീർച്ചയായിട്ടും 100% ജയിക്കും. 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഷാഫി നല്ലൊരു ആളാണ് വെച്ചാൽ പൊതുസമ്മതനാണ്. എങ്ങനെയാണ് പൊതുസമ്മതൻ എന്ന് വിലയിരുത്തുന്നത് നിങ്ങൾ? ഇതിന് മുമ്പേ MLA ആയ സമയത്തും അയാൾ അവിടെ അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. അവിടെ പാലക്കാട്. അതുകൊണ്ട് ഷാഫി ജയിക്കും. ജയിക്കും. ഏകദേശം എത്ര ഭൂരിപക്ഷം അതറിയില്ല. അത് ജയിക്കും. വടകരയ്ക്ക് ആരാണ് ആവശ്യമെന്ന് എൻ്റെ ചോദ്യം. വടകരയ്ക്ക് ഏറ്റവും ജനകീയമായി ജനങ്ങളിടയിലേക്ക് ഇറങ്ങിത്തിരിച്ച് നടത്തുന്ന ഒരു MPയാണ് വടകരയ്ക്ക് ആവശ്യം. വടകരയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഈ 15 വർഷക്കാലം ഒട്ടനവധി MP എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം മുരളിയും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മുല്ലപ്പള്ളി 2 പ്രാവശ്യം വടകരയിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വടകരയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾ. ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഒഞ്ചിയത്താണ്. ഒഞ്ചിയത്തെ 2 പ്രദേശത്തെ സംയോജിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു അടിപ്പാത വരെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വടകരയുടെ MP ആയിരുന്നിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ വടകരയ്ക്ക് ആവശ്യം ഏറ്റവും നല്ല ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങളെ സേവിക്കുന്ന ഒരു MPയാണ് വടകരയ്ക്ക് ആവശ്യം. അത് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിലുള്ള ഒരു യുവനിര നിൽക്കുന്ന ഒരു യുവ സാന്നിധ്യത്തോട് നിൽക്കുന്ന ഷാഫി പറമ്പിൽ തന്നെയാണ് നമുക്ക് വടകരയ്ക്ക് ആവശ്യം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ തീർച്ചയായും വടകരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞു വടകരയിലെ ജനാധിപത്യ രീതിയും വടകരയിലുള്ള അക്രമ രാഷ്ട്രീയങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. വടകരയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴുമേ ഒരു അക്രമ രാഷ്ട്രീയവുമായി ഒഞ്ചിയം പോലെയുള്ള പ്രദേശത്തൊരു അക്രമ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ്. ഇത്തരം മേഖലകളിലേക്ക് യുവാക്കളെ ഉത്ബോധിപ്പിച്ച് യുവാക്കളെ അണിനിരത്തി ഒപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വടകരയ്ക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് വടകരയ്ക്ക് ഷാഫി തന്നെയാണ് ആവശ്യമെന്ന് ഞങ്ങൾ പറയുന്നത്. വടകര ആര് ജയിച്ചാലും നല്ല ആൾക്കാരായിരിക്കണം എന്ന് മാത്രം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കണം? LDF ആണ് എനിക്ക് തോന്നുന്നത്. LDF UDF ഏകദേശം ഒപ്പത്തിനൊപ്പമാണ്. LDF ആണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒപ്പത്തിനൊപ്പമാണ്. LDF ജയിക്കണം എന്നാണോ താങ്കളുടെ? അല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് ആര് കഴിച്ചാലും താങ്കൾക്ക് ഒരാൾ ജയിക്കണം എന്നുള്ളൊരു അങ്ങനെ പ്രത്യേകിച്ചില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഘട്ടത്തിൽ നോക്കിയിട്ട് വോട്ട് തന്നെ ചെയ്യും ആർക്ക് കഴിയണം എന്നുള്ളത്. അതായത് വോട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ആരും നോക്കും ഏതാ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അന്നേരം ചെയ്യും. വടകരയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ഈ കേന്ദ്ര ഭരണത്തിൽ കോൺഗ്രസിന് ശക്തി നൽകുന്ന കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ സാധ്യതയുള്ള പിന്നെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി വടകരയുടെ ഷാഫി തന്നെയാണ്. ഷാഫി പറമ്പിൽ തന്നെ ഇവിടെ വിജയിക്കും. വലിയൊരു ഭൂരിപക്ഷത്തിന് ഇവിടെ വിജയിക്കും. എല്ലാവരും ഷാഫിയെ ഇവിടെ ഏറ്റെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിക്കാൻ ഇപ്പോൾ ഏറെ സാധ്യതയുള്ളത് ഇന്ത്യ മുന്നണിയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇവിടെ മത്സരിക്കുന്നത് ഷാഫി പറമ്പിലാണെന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയും. കഴിഞ്ഞ തവണ 85,000 വോട്ടിനാണ് ജയിച്ചു അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ തവണ ശരിക്കും ഷാഫി ഏകദേശം എത്ര വോട്ട് ഉണ്ടാവും? ഏകദേശം ഒരു കൃത്യമായി കണക്കൊന്നും ഇല്ലെങ്കിലും കൂടുതലുണ്ടാവും. അത് തീർച്ചയായും ഉണ്ടാവും. 1,00,000 ഏതാണ്ട് 1,00,000 പുറത്തുള്ള വോട്ടിൽ ഭൂരിപക്ഷത്തിന് ടീച്ചർ ജയിക്കണം. ടീച്ചർ ജയിക്കണം. ടീച്ചർക്ക് ഭൂരിപക്ഷം കിട്ടുന്നുണ്ട് തന്നെ. ജയിക്കോ ടീച്ചർ? ഓ ഷുവർ. എന്താണ് ടീച്ചർക്ക് എടുത്തു കാണിക്കാനുള്ള സംഭവം? എടുത്തു കാണിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായ സമയത്ത് ഒരു സ്ത്രീ എന്നതിലുപരി ഇടപെടൽ നടത്തി. നിപ്പ വന്ന സമയത്തും കോവിഡ് വന്ന സമയത്തും സ്ത്രീ എന്നതിലുപരി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണമാണ് ജനങ്ങൾക്കൊക്കെ ഉണ്ടായത്. ടീച്ചർ ജയിക്കും, ഷുവറായിട്ട് ജയിക്കും. ടീച്ചറാണ്. ശൈല ടീച്ചർ ഒരു കാലഘട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് ആകെ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ കേരളം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ അവരാ ചേർത്ത് നിർത്തിയത് ശൈല ടീച്ചറായിരുന്നു. ഷാഫിയോട് വ്യക്തിപരമായ വിരോധമില്ല. പക്ഷേ ജയിക്കേണ്ടത് ശൈല ടീച്ചറാണ്. എത്ര ഭൂരിപക്ഷം ജയിക്കും?
ഏകദേശം 1 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം ജയിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. രാജ്യം നിലനിർത്തുക എന്നതാണ്. അതിന് വടകരയുടെ ഒരു കൃത്യമായ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് ഷാഫി പറമ്പിലിനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കാൻ വേണ്ടി വടകരയുടെ ജനം രാഷ്ട്രീയ കക്ഷിഭേദമന്യേ തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഇന്ത്യ എന്ന സഖ്യത്തെ വിജയിപ്പിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? ഈ കേരളത്തിൽ പ്രധാനമായും LDFും UDFുമായിട്ടാണല്ലോ മത്സരം. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് പാർലമെൻറ്റിനകത്ത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും അതിൽ വടകരയുടേതായ പങ്ക് വഹിക്കും. പ്രത്യേകിച്ച് വടകരയ്ക്ക് ഇപ്പോൾ ഈ പറയാവുന്ന ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും കടാര രാഷ്ട്രീയത്തിൻ്റെയും കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ വടകരയുടെ ആളുകളൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിധി നിർണയിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 26 പുലരിയിൽ വളരെ ശക്തിയിൽ തന്നെ അവരുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഓരോ ആളുകളും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഷാഫി പറമ്പിലിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും. കാരണം വടകരൻ്റെ ഒരു ചരിത്രം ഇടതുപക്ഷ മണ്ഡലമാണെങ്കിൽ പോലും ഈ 15 കൊല്ലമായിട്ട് ഇവിടുത്തെ മാറിയപ്പോഴുണ്ടായിരുന്ന സമാധാനം, പിന്നെ TPയുടെ കൊല, അതേപോലെ അക്രമ രാഷ്ട്രീയത്തിന് പിറകെ പോകുമ്പോൾ അതിന് മാറി ചിന്തിക്കുന്ന ഒരു മനസ്സാണ് വടകരയിൽ. ആ മാറി ചിന്തിക്കലാണ് ഇന്നത്തെ ഈ 3 തവണ UDFിന് വിജയയുടെ അടുത്ത വിജയം UDF തന്നെ ആയിരിക്കുന്നത് ഉറപ്പാണ്. ഷാഫി പറമ്പിൽ ഏകദേശം എത്ര ഭൂരിപക്ഷമാണ് താങ്കൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. നിലവിൽ 89,000 ഉണ്ട്, ഇപ്പോൾ 1,60,000 വോട്ട് കൂടിയുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം UDFിന് കിട്ടുന്ന വോട്ടുകളായിരിക്കും. ഉറപ്പാണ്. വടകരയുടെ മനസ്സതാണ്. ശൈലജ എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ശൈലജ ശരിക്കും പാർട്ടി മാറ്റി ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കുണ്ട്. ശൈലജ ഈ കൊറോണ കാലത്തൊക്കെ ഒരുപാട് രീതിയിലേക്ക് ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ടാണ്. അപ്പം അത് ശരിക്കും എത്രത്തോളം ബാധിക്കും ശൈലജ എന്നുള്ളൊരു കാൻഡിഡേറ്റ്? PR വർക്ക് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഇമേജ് മാത്രം, അതിലപ്പുറം ഒന്നും. കോവിഡ് നമ്മൾ കണ്ടതാണ്. കോവിഡ് കാലത്ത് ഇവിടെ ആൾക്കാർ മുഴുവൻ വീട്ടിലേക്ക് അടച്ചിടപ്പെട്ട് പോയതും ഒന്നും എത്തിയില്ല. ഇവിടെ മരണസംഖ്യ കൂടുതലാണ്, കോവിഡിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. ഒന്നും ചെയ്യാനില്ല. പക്ഷേ ബൂതി വീർപ്പിച്ചൊരു ബലൂണ് മാത്രമായിരുന്നു. അതിലപ്പുറം വേറെ ഒന്നും ശൈലജനെ കൊണ്ട് നേടാൻ പറ്റിയിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റിയില്ല. വടകര നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം UDF വിജയം ആവർത്തിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് UDF വിജയം ആവർത്തിക്കുന്നത് പറയുന്നത്? കാരണം പണ്ടത്തെ ഒരുപാട് കാലത്തെ ഒരു LDFിൻ്റെ മേൽക്കോയ്മക്ക് വിപരീതമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നല്ലൊരു പുരോഗതി ഈ മണ്ഡലത്തിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ അതുമല്ല ഈ പ്രാവശ്യം വളരെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ വിജയം ആവർത്തിക്കുന്നതാണ് പ്രതീക്ഷ. വടകരയ്ക്ക് ജനകീയ മുഖത്തിനാണല്ലോ എല്ലാ ആളുകളും ആവശ്യപ്പെടുക. പ്രത്യേകിച്ച് ഒരു യുവാവ്, വിദ്യാഭ്യാസവും അതുപോലെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ MLA ആയിട്ട് തിളങ്ങിയ അവാർഡൊക്കെ കിട്ടിയ വടകരയുടെ ധീരനായ ഇപ്പോഴത്തെ ഷാഫിക്ക് വോട്ട് കിട്ടാതിരിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വോട്ട് കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറയാൻ കാരണം? കേരളത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും എല്ലാ വിഷയത്തിലും പാവപ്പെട്ടവരെ പീഞ്ഞുകൊണ്ടുള്ള ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായത്തിന് 2 ടീമുകളും വല്ലാതെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തവണ ശരിക്കും ഷാഫിക്ക് കുറച്ചുകൂടെ ബാക്കിലേക്ക് നിൽക്കാൻ വേണം, കുറച്ച് വലിയ ഫ്രെയിം കിട്ടും. ഇത്തവണ ശരിക്കും ഷാഫിക്ക് മുസ്ലിം വോട്ടുകൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടോ? മുസ്ലിം വോട്ടുകളിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം വോട്ട് ഷാഫിക്ക് എന്തായാലും വടകര വന്നതോടുകൂടി അത് ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്നും നമുക്ക് വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഷാഫിയുടെ പ്രവർത്തനം കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടും വിലയിരുത്തിയിട്ടുമാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ വികസനം വേണം. വികസനത്തിന് മുരടിപ്പുണ്ടായത് മുരളി വന്നതുകൊണ്ടല്ല. അതിൻ്റെ മുമ്പേ തുടർ ഭരണവും ഒരു 10-40 വർഷത്തോളം ഉണ്ണികൃഷ്ണൻ്റെ ഭരണമായിരുന്നു ഇവിടെ നടന്നത്. ആ സമയ കാലഘട്ടങ്ങളിലൊക്കെ വടകരയിൽ പുരോഗതിയായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ പിന്നോട്ടാണ്. എല്ലാവരും 2024 പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വടകര മേഖലയിൽ 2000 ഇപ്പോഴും നിൽക്കുന്നു, എല്ലാ മേഖലയിലും. പിന്നെ ഇപ്പോൾ അടുത്തടുത്ത കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ്, അത് ബോംബിൻ്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്. ബോംബ് ഇട്ടാത്ത വരും, അല്ല പൊട്ടിയാത്ത വരും. അതല്ലാതെ മാനസികമായിട്ടുള്ള പീഡിപ്പിക്കലാണ് നമ്മൾ. ഞാൻ ചോദിക്കുന്നത്, ടീച്ചർ എന്നുള്ള ഒരു ക്യാരക്ടർ ശരിക്കും എടുത്തു പറയേണ്ട വിഷയം. ജനങ്ങൾക്ക് അത് വല്ലാത്ത രീതിയിൽ കൺഫ്യൂഷനുണ്ട്. ടീച്ചർ എന്നുള്ള ക്യാരക്ടർ ശരിക്കും ഒരു പാർട്ടിക്ക് അതീതമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എത്രത്തോളം ഈ ടീച്ചറുടെ ക്യാരക്ടർ, ടീച്ചറുടെ ഒരു സ്ഥാനാർത്ഥിത്വം എത്രത്തോളം ബാധിക്കും? അല്ല, ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ പ്രവർത്തനം CPMൽ നിന്നുകൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ നയിച്ചുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം തുടർന്നു കൊണ്ടുപോയ ഒരു ടീച്ചറാണ്. ആ ഒരു പ്രതിഫലം ഇവിടെ ഉണ്ടാവുമെന്ന് എൻ്റെ ചോദ്യം. ആ പ്രതിഫലം എന്തായാലും ഈ ഒരു പ്രാവശ്യം ഉണ്ടാവില്ല. കാരണം
അടുത്ത കാലത്തായിട്ട് ടീച്ചർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനവും നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് സത്യമായി അത് വെളിപ്പെട്ടു. നമ്മളൊക്കെ വിശ്വസിച്ച പോലെ എല്ലാ കാര്യങ്ങളുള്ളത് എന്ന് മാധ്യമത്തിലൂടെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. ടീച്ചർ തന്നെ എന്തുകൊണ്ടാണ് ടീച്ചർ ജയിക്കണം എന്ന് പറയുന്നത്? ടീച്ചർ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ. ടീച്ചർ നമ്മൾ കാര്യമായ ആളല്ലേ ടീച്ചർ. ടീച്ചർ ജയിക്കണം. ടീച്ചർ ജയിക്കണം. ജയിക്കോ? ജയിക്കേണ്ടതാണ്. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എത്ര ശതമാനം വോട്ടിന് ഉറപ്പുണ്ട്? അതിനൊക്കെ ഇപ്പം പറയുന്നുണ്ടാവില്ല. ജയിക്കോ? ജയിക്കും. ജയിക്കണം എന്നാണോ ആഗ്രഹം? എന്തുകൊണ്ടാണ് ശൈല ടീച്ചറുടെ പേര്? ശൈല ടീച്ചർ നല്ലൊരു വ്യക്തിയായതുകൊണ്ട്, കൂടാതെ നിപ്പയും ഇങ്ങനത്തെ ഇതിലെല്ലാം നല്ലോണം വർക്ക് ചെയ്ത ആളാണ്. നല്ല ജനങ്ങളായിട്ട് നല്ല സമീപിച്ച ആളാണ്. നല്ല വ്യക്തിയാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ആളുകളായിട്ട് നല്ല ഇടപഴകാനും, അതേപോലെ ഈ നിപ്പ കോവിഡ് കാലഘട്ടങ്ങളിലെല്ലാം ആ മെമ്പറെ അതിൻ്റെതായ സാമീപ്യം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുള്ള കാര്യമാണ്. ടീച്ചർ ജയിക്കണം എന്നാണ് പറയുന്നത്? അതെ, ടീച്ചർ ജയിക്കണം. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഷാഫി പറമ്പിൽ ജനങ്ങൾക്ക്, യുവാക്കൾക്ക് കഴിഞ്ഞ നിയമസഭയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ആണ്. അപ്പം ചെറുപ്പക്കാരുടെ ഒരു ആവേശമായിട്ട് ഷാഫി പറമ്പിൽ വേണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇതുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ ആവശ്യമായിട്ട് വരുന്നത് എന്ന് പറയുന്നത്? ചെറുപ്പക്കാരുടെ നിലവിലെ സാഹചര്യങ്ങൾ അറിഞ്ഞൂടല്ല. സർക്കാരിൻ്റെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള PSC ഉൾപ്പെടെയുള്ള പിൻവാതിൽ നിയമങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നിയമസഭയിൽ നടത്തിയ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലേക്ക് ഷാഫി പറമ്പിൽ കടന്നു വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഷാഫി ജയിക്കണം. എന്തുകൊണ്ടാണ് ഷാഫിയുടെ പേര് പറയുന്നത്? ഷാഫി ഗുണം ചെയ്തുകൊണ്ട്, ഓൻ ജയിച്ചെടുത്ത് പാലക്കാട് ഗുണം ചെയ്തുകൊണ്ട് ഓൻ ജയിക്കണം. ഓൻ ജയിച്ചാൽ ഗുണങ്ങളുണ്ടാവും. ഓക്കെ, ആരായാലും ഒരു പ്രശ്നമില്ല. എന്നിരുന്നാലും ഷാഫി ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഷാഫി ജയിക്കണം എന്ന് പറയുന്നത്? ഞാൻ ഒരു ലീഗുകാരനാണ്, മുസ്ലിം ലീഗുകാരനാണ്. ഷാഫി ജയിക്കോ? മിക്കവാറും ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാ സാധ്യതയും? കാരണം കഴിഞ്ഞ പ്രാവശ്യം മുരളി നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. ആ ട്രെൻഡ് ഏതായാലും ഇപ്പോൾ കിടക്കുന്നുണ്ട്. ജയിക്കും തീർച്ചയായും. ഷാഫി പറമ്പിൽ തന്നെയാണ് ജയിക്കണമെന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെ? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ TP വധക്കേസിൻ്റെ പ്രശ്നങ്ങളും, അതേപോലെ ബോംബ്, ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ വെച്ചും വളരെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലാണ്. ഉഷിരും എല്ലാം കൊണ്ടും നല്ലൊരു ആളാണ്. ഷാഫി ജയിക്കണം. ഷാഫി ജയിക്കണം. നമ്മളെ കാഴ്ചപ്പാടിൽ രണ്ടു കൂട്ടരും തുല്യമായിട്ടാണ് ഉള്ളത്. എന്നാലും ആര് ജയിക്കണം എന്നുള്ളതാണ്. ആര് ജയിക്കണമെന്ന് ഇപ്പോൾ ആരാ എന്താ പറയുക? ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആര് ജയിക്കണം? ഇവിടെ ഷാഫി ജയിക്കുമെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓൻ്റെ പ്രവർത്തനവും ഓൻ്റെ ശൈലിയും കൊണ്ടിട്ടാണ് പറയുന്നത്. ശൈലി എന്താണ്? ഓൻ്റെ ശൈലി എന്ന് വെച്ചാൽ ആൾക്കാർ കയ്യിലെടുക്കുന്ന നല്ല ഒരു മിടുക്കനാന്ന് തോന്നുന്നു. മിടുക്കനാണോ? ആ, ആൾക്കാരെ കയ്യിലെടുക്കുന്നവർ. കയ്യിലെടുത്താ? എന്നെ കയ്യിലെടുത്തിട്ടല്ല, ഞാൻ വോട്ട് കാരണം വെച്ചാൽ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയിപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പോൾ ആർക്കാണ് ആ വോട്ട്? ആ വോട്ട് കാര്യത്തിൽ മനസാക്ഷിക്കുള്ള ഒരു വോട്ട് ആർക്കാന്ന് ബൂത്തിലെത്തിയാൽ തീരുമാനിക്കാൻ നേരം ചെയ്യും. ഷാഫിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വോട്ട് ചിലപ്പോൾ ഷാഫിക്കായിരിക്കും. ഷാഫിക്കായിരിക്കും. ആയിരിക്കോ? നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാൽ PDP. അപ്പോൾ PDP ഷാഫിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ നമ്മളെ നേതാവിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാന്ന് വെച്ചാൽ ചെയ്യും. വൻ ഭൂരിപക്ഷത്തിൽ 1.5 ലക്ഷം വോട്ടിന് ഷാഫി പറമ്പത്ത് ജയിക്കും. 1.5 ലക്ഷം വോട്ട്? 1.5 ലക്ഷം വോട്ട്. അങ്ങനെ പറയുന്ന പറഞ്ഞാൽ എവല ഭരണം കൊണ്ടുള്ള നേട്ടം കൊണ്ടല്ല, എവല കണ്ടവാനം കടാക്കി വെച്ചിക്ക്. ഏത് പിണറായി വിജയൻ കണ്ടവാനം പെൻഷൻ കൊടുക്കേണ്ടതുണ്ട്, കണ്ടവാനം ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യും എല്ലാവരും. അങ്ങനെ പറയണേ? മാവേലി സ്റ്റോറിൽ വരെ സാധനം ഇല്ല. മാവേലി സ്റ്റോറുകാർക്കും ശമ്പളം ബാക്കിയാ. 8 മാസത്തെ ശമ്പളം ഉണ്ട് മാവേലി സ്റ്റോർ കൊടുക്കുക. ഷാഫിയിൽ നിങ്ങൾ എന്ത് ക്വാളിറ്റിയാണ് കാണുന്നത്? ഷാഫിയിൽ നല്ല പ്രവർത്തനം പറഞ്ഞാൽ അതേപോലെ ചെയ്യും. പാലക്കാടെല്ലാം കണ്ടിട്ടില്ലേ, നല്ല പുരോഗമനല്ലേ വ്യക്തിക്ക്. മെഡിക്കൽ കോളേജ്, മെഡിക്കൽ ആസ്പത്രി, ഇതെല്ലാം ഷാഫി കൊണ്ടുവന്നല്ലേ. ആടെ 3 മുഖ്യമന്ത്രി ഇല്ലേ, ആർക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിക്കാം? ഷാഫിയല്ലേ കൊണ്ടുവന്നേ. ഷാഫി എന്തെല്ലാം കൊണ്ടുവന്നിക്കാടാ? പാലക്കാട്ടാർ വിടുന്നുണ്ട് ഷാഫിനാ. അപ്പോൾ ഷാഫി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും.